നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. നമ്മുടെ ട്രാൻസ്ഫർ ജാലകം അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. ടീമുകളൊക്കെ അതിദ്രുതം ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ റോഡ്രിയെ സ്വന്തമാക്കി ബാഴ്സ, ഹൂലിയന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അതുപോലെ സിറ്റിക്ക് ചില നീക്കങ്ങൾ നടത്തേണ്ടതുണ്ട്. ബുവാദിക്ക് വേണ്ടിയിട്ടുള്ള ശ്രമം അവസാന ഘട്ടത്തിലാണെന്ന് കോച്ചിന് പറയുന്നത്. സാവിഞ്ഞൊക്കെ പോകണം. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ട്രാൻസ്ഫർ റൗണ്ടപ്പിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം പറയുന്നു. കാരണം എത്രാമത്തെ എപ്പിസോഡാണെന്ന് ഓർമ്മയില്ല, 5-6 കൊല്ലമായില്ലേ തുടങ്ങിയിട്ട്. അപ്പോൾ അതുകൊണ്ട് എപ്പിസോഡിൻ്റെ നമ്പറൊന്നും പറയുന്നില്ല. നമ്മുടെ ഏറ്റവും പുതിയ വാർത്ത എന്ന് പറഞ്ഞാൽ റേഞ്ചേഴ്സ് ഇതാ ആസ്റ്റൺ വില്ലയുടെ താരത്തെ കൊണ്ടുപോകുന്നു. ആസ്റ്റൺ വില്ലയുടെ താരം കോസ്റ്റ നെഡിയോവിച്ചിനെ അവർ കൊണ്ടുപോകുന്നു. ഡീലിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. 4 മില്യൺ സ്റ്റീർലിംഗ് പൗണ്ട് ബൈ ഓപ്ഷൻ വെച്ചുകൊണ്ടാണ്. നിലവിൽ ലോണാണ്, പക്ഷേ 4 മില്യൺ സ്റ്റീർലിംഗ് പൗണ്ട് ബൈ ഓപ്ഷൻ ഉണ്ട്. അതൊരു മാൻഡേറ്ററി ആണ്. ഏതായാലും ആ ഡീല് നടക്കാൻ പോകുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ ഇംഗ്ലീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഒപ്പം തന്നെ റോഡ്രിഗോ മോറ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. റോഡ്രിഗോ മോറ, പോർച്ചുഗീസ് യുവ സൂപ്പർ താരം, അദ്ദേഹത്തെ ഇപ്പോൾ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളുമായിട്ട് AS റോമ രംഗത്ത്. അദ്ദേഹം അങ്ങോട്ടേക്ക് എത്തും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പോർച്ചുഗലിൻ്റെ യുവ സൂപ്പർ താരത്തെ AS റോമ കൊണ്ടുപോകുന്നു. FC പോർട്ടോ അദ്ദേഹത്തിന് ട്രാവൽ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എൻഷുർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഓതറൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. റോമ അദ്ദേഹത്തെ ഇന്ന് ടീമിലേക്ക് എടുക്കും. ഒഫീഷ്യൽ പ്രഖ്യാപനം വരും എന്നാണ് ലഭ്യമാകുന്ന വിവരം. ഇതൊരു ബിഗ് മൂവാണ്. 19കാരനായിട്ടുള്ള താരത്തെ ഇതാ സ്വന്തമാക്കുന്നു AS റോമ. എന്നാൽ റോമ അതുകൊണ്ട് നിർത്തുന്നില്ലെന്നേ. റോഡ്രിഗോ മോറ ഡീല് ഡണ്ണായതിനു ശേഷം റോമ ഇപ്പോൾ ഡിസൈഡ് ചെയ്തിരിക്കുന്നത് അവർക്ക് മലിക് ഫൊഫാനയെ സ്വന്തമാക്കണം. അതിനുള്ള നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഫൊഫാന ഇപ്പോൾ റോമയുമായിട്ട് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ടേംസൊക്കെ എഗ്രി ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒളിമ്പിക് ലിയോണിൽ നിന്ന് അദ്ദേഹത്തെ സ്വന്തമാക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഉള്ളത്. ഏതായാലും ലൂയിസ് ഹെൻറിക്കയെ, അതായത് ഇൻ്റർ മിലാനിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ലൂയിസ് ഹെൻറിക്കയെ സ്വന്തമാക്കാനുള്ള ഒരു നീക്കം കൂടി അവരുടെ ഭാഗത്തു നിന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ അവർ ടീം ശക്തമാക്കിയിട്ട് ഈ വർഷം പൊളിച്ചെടുക്കാനുള്ള ശ്രമത്തിലേക്കാണ് പോകുന്നത്. ഇനി റാഫേൽ ലിയാവോ, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതാണ് റാഫേൽ ലിയാവോയുടെ കാര്യം. AC മിലാനിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് പോയേക്കും എന്നുള്ളത്. ഇപ്പോഴും അദ്ദേഹം പോകാനുള്ള നല്ല സാധ്യതയുണ്ട്. ഗലറ്റസറായി താരത്തിനായിട്ട് രംഗത്തുണ്ട് എന്നുള്ളതാണ്. ഇപ്പം കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഫെനർബാഷെ ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഗലറ്റസറായി ശ്രമങ്ങൾ നടത്തുന്നു. കൂടാതെ സൗദി ക്ലബ്സ് കൂടി എത്തുന്നു. സൗദി ക്ലബ്സ് ഇപ്പോൾ റാഫേൽ ലിയാവോക്ക് വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ഇറ്റാലിയൻ ഫുട്ബോൾ ജേർണലിസ്റ്റ് ഫബ്രിസിയോ റൊമാനയാണ്. പോർച്ചുഗീസ് സൂപ്പർ താരം എങ്ങോട്ട് എന്നുള്ളത് ഇനിയും കൃത്യത വരേണ്ടതാണ്. അതുപോലെ തന്നെ സാൻഡി ഹിമനസിനെ സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുമായിട്ട് FC പോർട്ടോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും ഒഫീഷ്യൽ ബിഡ് അവർ AC മിലാനിൻ്റെ മുന്നിലേക്ക് വെക്കുന്നു. മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, താരം അധികം വൈകാതെ എത്തിയേക്കുമെന്നുള്ളതാണ്. FC പോർട്ടോ ഇപ്പോൾ ലോൺ ഡീൽ വിത്ത് ബൈ ഓപ്ഷൻ ക്ലോസ് ആണ് മുന്നോട്ടേക്ക് വെക്കുന്നത്. ഈ ഒരു എഗ്രിമെൻറ്റ്, മെക്സിക്കൻ സ്ട്രൈക്കർക്ക് വേണ്ടിയിട്ടുള്ള എഗ്രിമെൻറ്റ് പേഴ്സണൽ ടേംസിൻ്റെ കാര്യത്തിൽ ഓൾറെഡി ഡണ്ണാണ്. ബാക്കി കാര്യങ്ങൾ ഇനി വൈകാതെ തീരുമാനമാകും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ഇനി വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു നീക്കം നടന്നത് ബ്രസീലിയൻ ക്ലബ്ബ് ഇൻ്റർനാസിയോണിൽ ഇതാ ടോണി സെനാബ്രിയയെ കബ്രോനൈസിയിൽ നിന്ന് സ്വന്തമാക്കുന്നതിന് വേണ്ടിയിട്ട് ഡീലിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. 2029 വരെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ഡീൽ ഉണ്ടാവുക. അദ്ദേഹം ഇതാ മെഡിക്കലിനായിട്ട് പോർട്ടോ അലഗ്രയിലേക്ക് ട്രാവൽ ചെയ്യുന്നു. പരാഗ്വക്കാരൻ ഇനി ബ്രസീലിൽ കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൂവ് നടക്കാൻ പോകുന്നത് അയൂബ് ബുവാദിയുടെ കാര്യമാണ്. അദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി മാഞ്ചസ്റ്റർ സിറ്റി ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് മധ്യനിരയിലേക്ക് റോഡ്രി പോയതിനു ശേഷം അവർക്ക് താരത്തെ വേണം. ഡീല് വളരെയധികം ക്ലോസ് ആണ്. അതായത് വളരെ എത്രയും പെട്ടെന്ന് ഈ നീക്കങ്ങളിലൊരു ഫൈനൽ തീരുമാനം വരും എന്ന് ഫബ്രിസിയോ അടക്കമുള്ളവർ റിപ്പോർട്ട് ചെയ്യുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ബ്രൂണോ ഫെർണാണ്ടസിനെ നിലനിർത്തുന്നു. ആ ഒരു ഡീല്, അതായത് കോൺട്രാക്റ്റ് എക്സ്റ്റൻഷൻ ഡീല്, അതധികം വൈകാതെ ഫൈനലൈസ് ആയേക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. താരത്തിന് വേണ്ടി ഗലറ്റസറായിൽ നിന്നും മറ്റ് യൂറോപ്യൻ ക്ലബ്ബുകളിൽ നിന്നുമൊക്കെ ഓഫർ ഉണ്ടായിരുന്നു. ജൂലൈ മാസത്തിലും അത്തരത്തിലുള്ള ഓഫറുകളും കാര്യങ്ങളും ഒക്കെ വന്നതാണ്. പക്ഷേ ബ്രൂണോ
താൻ യുണൈറ്റഡിൽ തന്നെ സ്റ്റേ ചെയ്യുകയാണ് എന്ന് തീരുമാനിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ അദ്ദേഹം അത് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത. റോഡ്രിയുടെ കാര്യം നമുക്കറിയാം, അദ്ദേഹം ബാഴ്സലോണയിൽ എത്തിയിട്ടുണ്ട്. ഒഫീഷ്യൽ പ്രഖ്യാപനം അധികം വൈകാതെ തന്നെ സംഭവിക്കും. അതേസമയം ഹുലിൻ അൽവാരസിൻ്റെ കാര്യത്തിലാണ് ഇപ്പോഴും ആശങ്കകൾ നിൽക്കുന്നത്. അദ്ദേഹത്തെ എത്തിക്കാൻ കഴിയില്ലേ ബാഴ്സയ്ക്ക് എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ സാധ്യമാകണമെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് താരത്തെ കൈമാറാൻ തയ്യാറാവണം. നിലവിലൊരു സ്ഥിതിവിശേഷത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് അതിന് തയ്യാറല്ല എന്നുള്ള ഒരു സന്ദേശമാണ് ബാഴ്സലോണയ്ക്ക് നൽകിയിട്ടുള്ളത്. എന്നാൽ ഇതാ ഗിൽ മാരിനുമായിട്ട് നേരിട്ട് സംസാരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ഹുലിൻ അൽവാരസ്. ആ സംസാരത്തിൽ ഒരു പോസിറ്റീവ് ഔട്ട്കം ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് ബാഴ്സയ്ക്കും ഹുലിയനും ഉള്ളത്. പിന്നെ ജാവോ കൺസേലോ ബാഴ്സലോണ സ്വന്തമാക്കി. താരം കഴിഞ്ഞ സീസണിൽ അവിടെ കളിച്ചിരുന്നു അൽ ഹിലാലിൽ, പക്ഷേ അത് ലോണിലായിരുന്നു. ഇപ്പോൾ അവിടെ നിന്ന് കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം എത്തുകയാണ്. സോ ബാഴ്സ അല്ലാതെ മറ്റൊരു ടീമിലേക്ക് ഇല്ല എന്ന നിലപാടിലായിരുന്നു അദ്ദേഹം ഉള്ളത്. അദ്ദേഹം ഇന്നലെ അത് കൃത്യമായിട്ട് പറഞ്ഞു, ഐ മേഡ് ഇറ്റ് ക്ലിയർ, ബാഴ്സ ഓർ ഐ ഡു നോട്ട് പ്ലേ ഫുട്ബോൾ ഫോർ 1 year. അത് ഞാൻ വളരെ കൃത്യമായിട്ട് ഡെക്കോയോട് പറഞ്ഞിരുന്നു. ഒന്നുകിൽ ബാഴ്സയിൽ കളിക്കും, അല്ലെങ്കിൽ ഒരു വർഷത്തേക്ക് ഞാൻ ഫ്രീസായിട്ടിരിക്കും, കളിക്കില്ല. ബാഴ്സയില്ലാതെ മറ്റൊരു ക്ലബ്ബ് എനിക്ക് വേണ്ടാന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ജാവോ കൺസേലോ പറയുമ്പോൾ ആ ക്ലബിനോടുള്ള അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റ് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഹാരി കെയിൻ്റെ കാര്യം ഇപ്പം അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് എക്സ്റ്റൻഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വരുന്നുണ്ട്. അധികം വൈകാതെ കോൺട്രാക്റ്റ് എക്സ്റ്റൻഷൻ നടക്കുമെന്നാണ് അദ്ദേഹം തന്നെ പറയുന്നു. അദ്ദേഹം പറഞ്ഞത്, ഐ ഓൺലി ഹാവ് 1 year ലെഫ്റ്റ് ഓൺ മൈ കോൺട്രാക്ട്, സോ നൗ ഈസ് ദി ടൈം ടു ടോക്ക് അബൌട്ട് ഇറ്റ് എന്ന് അദ്ദേഹം പറയുന്നു. അടുത്ത ആഴ്ചയോ അടുത്ത ആഴ്ചയോ ഡിസ്കഷൻസ് നടക്കും. അവിടെ നിൽക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട്, ബയണിൽ നിൽക്കാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും കാത്തിരിക്കാം. ബാക്കി കുറേ കാര്യങ്ങൾ ഇനിയും ഫൈനലൈസ് ചെയ്യപ്പെടാനുണ്ട്. അയൂബ് വാദിയുടെ കാര്യം, ഹുലിൻ അൽവാരസിൻ്റെ കാര്യം, ഇങ്ങനെയൊക്കെയുള്ള വളരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആരാധകർ കാത്തു നിൽക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. വരും മണിക്കൂറുകളിൽ കൂടുതൽ വ്യക്തത വരും എന്നാണ് ലഭ്യമാകുന്നത്. അതോടൊപ്പം തന്നെ മോയിസ് കീൻ്റെ കാര്യം, കോമോ അദ്ദേഹത്തിന് വേണ്ടി ഒഫീഷ്യൽ ബിഡ് ഫെറന്റീനയുടെ മുന്നിലേക്ക് വെച്ചിരുന്നു. 5 million euro ഫിക്സഡ് ഫീസും 25 million euro ഗ്യാരണ്ടീഡ് ബൈ ഒബ്ലിഗേഷൻ ക്ലോസുമാണ് വെച്ചിട്ടുള്ളത്. പക്ഷേ ഫെറന്റീന കുറച്ചുകൂടി ഹയർ ഫീസ് എക്സ്പെക്റ്റ് ചെയ്തിരുന്നു ഈ ഡീൽ ഡൺ ആവാൻ വേണ്ടി. എന്തായാലും മോയിസ് കീൻ എന്തായാലും ഈ ഒരു മൂവിന് തയ്യാറായിട്ട് നിൽക്കുകയാണ്. അത് നടക്കുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹം ഉള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.